പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് കേരളം വളരെയധികം ചർച്ച ചെയ്ത കേസാണ്. പലപ്പോഴും ആ കേസ് പല തരത്തിൽ പല ട്വിസ്റ്റുകൾ മാറി മറിഞ്ഞു പോയി സിനിമയിലേക്ക് സംഭവിക്കുന്നത് പോലെ ഇപ്പോഴിതാ വീണ്ടും ഒരു പുതിയ ട്വിസ്റ്റ് നടത്തിയിരിക്കുന്നു. പന്തീരങ്കാവ് കേസിൽപ്പെട്ട ആ യുവതിയെ ഭർത്താവ് വീണ്ടും തല്ലി ചതച്ചിരിക്കുന്നു. അയാൾ ഈ ഭാര്യയെ ആംബുലൻസിൽ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടിട്ടിട്ട് ആശുപത്രിയിൽ നിന്ന് മുങ്ങി. അവസാനം ആശുപത്രിക്കാർ പോലീസിന് വിവരമറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ വഴിയിൽ വെച്ച് കസ്റ്റഡിയിലെടുക്കുന്നു. അറസ്റ്റ് ചെയ്യുക പിന്നീടാണ് തീരുമാനിക്കുന്നത്. കസ്റ്റഡിയിലെടുക്കുന്നു. ഈ കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഇയാൾ അമിതമായി മദ്യപിച്ച് വല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഈ പോലീസുകാർ പിടികൂടുമ്പോൾ അദ്ദേഹത്തിനെ ഈ രാഹുലിനെ വൈദ്യപരിശോധന മദ്യപിച്ചു എന്ന് വ്യക്തമായി മനസ്സിലായപ്പോൾ വൈദ്യപരിശോധന നടത്താൻ അയാൾ പോലീസിനെ അനുവദിച്ചില്ല. പോലീസിനോട് കയർക്കുകയും ബഹളം വയ്ക്കാനുണ്ടായത് അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ പെൺകുട്ടി കഴിഞ്ഞ മാസം നമ്മൾ കാണുന്നതാണ്. ഈ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് ഹൈക്കോടതി റദ്ദാക്കിയതാണ്. കഴിഞ്ഞ ഒക്ടോബർ 24 എൻ്റെ ഓർമ്മ ഹൈക്കോടതിയുടെ വിധി വരുന്നത്. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ, അതായത് പന്തീരങ്കാവ് കേസിൽ ഞാൻ കൊടുത്ത പരാതിയല്ല ഞാൻ പിൻവലിക്കുന്നു പറഞ്ഞ് ഈ പെൺകുട്ടി ഭർത്താവ് എന്നെ തല്ലിയിട്ടില്ല, ഭർത്താവ് ഒരു തരത്തിൽ എന്നെ തല്ലിയിട്ടില്ല, പക്ഷേ എൻ്റെ വീട്ടുകാർ എൻ്റെ അച്ഛനും അമ്മയൊക്കെ നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ പരാതി നൽകിപ്പോയതാണ്. ആ പരാതി ഞാൻ പിൻവലിക്കുന്നു. എനിക്ക് ഭർത്താവിനോടൊപ്പം ജീവിക്കാനാണ് താല്പര്യം. ഭർത്താവ് എന്നെ വളരെ സ്നേഹത്തോടെയാണ് എന്നോട് പെരുമാറുന്നതും എന്നെ സംരക്ഷിക്കുന്നതും. അതുകൊണ്ട് ഞാൻ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി താമസിക്കുന്നു. ഞാൻ നൽകിയ പരാതിയെല്ലാം എൻ്റെ വീട്ടുകാർ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പരാതി നൽകിയതാണ്. എനിക്ക് പറ്റിയ പരിക്ക് ഭർത്താവ് തല്ലിയത് കൊണ്ടല്ല, ഞാൻ കുളിമുറിയിൽ വീണത് കൊണ്ടാണ് പരിക്ക് പറ്റിയത് എന്നൊക്കെ പറഞ്ഞാണ് കോടതിയിൽ ഈ പെൺകുട്ടി പരാതി പിൻവലിക്കാൻ വേണ്ടി ഹർജിയിൽ കോടതിയിൽ പറഞ്ഞത്. അപ്പോൾ കോടതി ഇക്കാര്യത്തിൽ പിന്നീട് ഒരു കൗൺസിലിംഗ് നടത്താൻ തീരുമാനിക്കുന്നു. അത് ലീഗൽ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഈ രണ്ടുപേരെയും വിളിച്ച് കൗൺസിൽ നടത്തുന്നു. രണ്ടുപേരും കൗൺസിലിൽ തൃപ്തരാകുന്നു. ഞങ്ങൾക്ക് പരാതിയില്ല, ഞങ്ങളിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, ഞങ്ങൾ പരസ്പരം സ്നേഹിച്ച് മരിക്കും എന്നൊക്കെ പറഞ്ഞാണ് അവിടെ നിന്ന് പോയത്. പക്ഷേ ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഇതാ വീണ്ടും ആ ചെറുപ്പക്കാരൻ, ആ രാഹുൽ പി ഗോപാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മദ്യപിച്ച് ലക്കുകെട്ട് ഭാര്യയെ വീണ്ടും തല്ലി ചതച്ചിരിക്കുന്നു. ഇപ്പൊ തല്ലിയത് എന്തിനാണെന്ന് അറിയാമോ? മീൻ കറിയിൽ പുളി കുറവായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. മീൻ കറിയിൽ പുളി കുറവായിരുന്നത് കൊണ്ട് തല്ലുക എന്നാണ്. അത് കഴിഞ്ഞ ഞായറാഴ്ച തല്ലി, അതിൻ്റെ പേരിൽ തിങ്കളാഴ്ച തല്ലി, മദ്യപിച്ച് ലക്കുകെട്ട് വരുന്നു. അവസാനം അയാൾ ചുണ്ടും കണ്ണുമൊക്കെ വളരെ ഗുരുതരമായി പരിക്കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുവന്ന്, അതും ആംബുലൻസിലാണ് ആശുപത്രിയിൽ കൊണ്ടുവരുന്നത്. അത്രയ്ക്ക് അവശയായിരുന്നു ഈ പെൺകുട്ടി. അവിടുന്ന് അയാൾ രക്ഷപ്പെട്ടതും പോലീസ് കസ്റ്റഡിയെടുത്ത കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തായാലും ഇത് കാണുന്നത് വീണ്ടും ഇതാ പോലീസിനും പോലും കഴിഞ്ഞ കേസിൽ പോലീസ് ഇതിൽ സമയത്ത് ഇടപെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി വരികയും വിവാദം വരികയും ഭാഗമായിട്ട് 2 പോലീസുകാർ സസ്പെൻഷൻ ആവുകയും ചെയ്ത ഒരു കേസാണ്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു വിശകലനം ഞാൻ ചെയ്യുന്നില്ല. ഈ സംഭവം നടന്നത് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. പ്രേക്ഷകർ തീരുമാനിക്കുക ഈ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്താണ്, ഈ പെൺകുട്ടി എന്തിനാണ് സ്വന്തം അച്ഛനെയും അമ്മയും തള്ളിപ്പറഞ്ഞുകൊണ്ട് അവരാണ് എന്നെ കൊണ്ട് നിർബന്ധിച്ച് പരാതി നൽകിയത് എന്ന് പറഞ്ഞത് എന്തിനാണ്? ഒരു ഭർത്താവ് മാത്രമേ ഒരു ജീവിതം ധന്യമാകൂ എന്നുള്ള അടിസ്ഥാനപരമായ നമ്മുടെ തെറ്റായ ധാരണയാണോ ഈ പെൺകുട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്? അതോ ഈ പെൺകുട്ടിക്ക് എനിക്ക് മനസ്സിലാവുന്ന ഒരു പെൺകുട്ടികളുടെ ഇപ്പോഴത്തെ ചിന്ത എന്താണെന്ന്. എന്തായാലും അവളുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് ഈ ഭർത്താവിനെ തിരഞ്ഞെടുത്തതും ഇയാളെ വിവാഹം കഴിച്ചതും. ജർമ്മനിയിലായിരുന്നു ഇയാൾക്ക് ജോലി. കഴിഞ്ഞ പ്രാവശ്യം ഈ കേസ് നടക്കുമ്പോൾ പോലീസ് കേസൊക്കെ എടുക്കുകയും ആശുപത്രിയിൽ കൊണ്ടാക്കുകയും കേസെടുക്കുകയും ചെയ്യുമ്പോൾ ഇയാൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് ജർമ്മനിയിലേക്ക് പോകുന്നു. ജർമ്മനിയിലായിരുന്നു ഇയാൾക്ക് ജോലി. ജർമ്മനിയിലേക്ക് പോകുന്നു. അവിടെ ഇരുന്നു കൊണ്ടാണ് ഈ പെൺകുട്ടിയെ പ്രേരിപ്പിക്കുകയും പരാതി പിൻവലിക്കാൻ പറയുകയും അയാളും പരാതി എൻ്റെ കേസ് റദ്ദാക്കണമെന്ന് ഹൈക്കോടതിയിൽ ഹർജി എടുത്തതും അവിടെ ഇരുന്നു കൊണ്ടാണ്. അതിനുശേഷമാണ് ഹൈക്കോടതി ഒരു 2 ജീവിതങ്ങളല്ലേ ഇവർ വീണ്ടും ഒന്നിച്ചോട്ടെ, ചിലപ്പോൾ ഒരു ചെറിയ വഴക്കൊക്കെ ഉണ്ടാവാമായിരിക്കാം, പക്ഷേ വീണ്ടും അവർ ഒന്നിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി ഈ കേസ് റദ്ദാക്കി അവരെ ഒരുമിച്ച് കൊണ്ടുപോയത്. പക്ഷേ വീണ്ടും അത് സംഭവിച്ചിരിക്കുന്നു. ഇത് ഒരുപക്ഷെ നമ്മുടെ രക്ഷാകർത്താക്കൾക്കും നമ്മുടെ പെൺകുട്ടികൾക്കും ഒരു പാഠമാകേണ്ട വിഷയമാണെന്ന് തോന്നുന്നു. കാര്യമായിട്ട് നമ്മുടെ സമൂഹം, നമ്മുടെ വനിതാ കമ്മീഷനും നമ്മുടെ സാമൂഹിക സുരക്ഷാ സമിതികളും നമ്മുടെ ശിശു വനിതാ സംരക്ഷണ സമിതികളുമൊക്കെ കൃത്യമായിട്ടും ഇത്തരം കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇനിയും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ എടുക്കേണ്ടത് അവരാണ്.